ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ പലഹാരമായ മധുരസേവയാണ്. ഇത് നമുക്ക് കുറച്ച് നാൾ കേടാവാതെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1.25 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് തരി ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം, അല്പം ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോകരുത്. ഉപ്പ് കൂടിപ്പോയാൽ നമ്മുടെ മധുരസേവ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. ഈ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം വിരൽ കൊണ്ട് മാത്രം ഒന്ന് കുഴച്ചിട്ട് മാവ് ഏകദേശം ഒന്ന് നനഞ്ഞു കഴിയുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുഴുവൻ ഈ കടലമാവ് ഒട്ടിപ്പിടിച്ചിരിക്കും. കണ്ടോ, ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് ഇത്തിരി കട്ടിയായിട്ടാണുള്ളത്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഇതിൽ ചേർത്തിരിക്കുന്ന അരിപ്പൊടിയൊക്കെ ഒന്ന് കുതിർന്നും കിട്ടും. ഇനി കയ്യിലൽപ്പം എണ്ണ തടവിയിട്ട് ഒന്നുകൂടി ഈ മാവൊന്ന് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് ആകെ 1/2 കപ്പും 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളമേ വേണ്ടി വന്നുള്ളൂ. കണ്ടോ, സേവനാഴിയിലെ ഈ അച്ചിലാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്കിനി ഈ അച്ചിലും സേവനാഴിയിലും കൂടി അല്പം എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ടൊന്ന് പിഴിഞ്ഞ് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. മാവിലെ നനവൊക്കെ പാകത്തിനാണ്. ഇനി ബാക്കിയിരിക്കുന്ന മാവ് അടച്ചു വയ്ക്കണം, അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും. പിന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. ഇനി ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവ് പിഴിഞ്ഞൊഴിക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ക്രിസ്പി ആയിട്ട് വരണം. ചൂട് കൂടിയാൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ മാറും, എന്നാൽ ഉള്ളിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോൾ മധുരസേവ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അത് ഇങ്ങനെ ചൊങ്ങിയതുപോലെ ഇരിക്കും. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ബബിൾസൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വലുപ്പത്തിലൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഏലക്കായും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു നൂൽ പരുവാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഷുഗർ സിറപ്പ് ഇതിലെല്ലായിടത്തും എത്തണ രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ തന്നെ ഒരു 3-4 തവണയെങ്കിലും ഇളക്കി കൊടുക്കണം. അപ്പോഴേ ഷുഗർ സിറപ്പ് നല്ലപോലെ ഇതിൽ കോട്ടായിട്ട് കിട്ടുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇതിൽ നല്ലപോലെ ഷുഗർ സിറപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കാം.
ഇതുപോലെ ചേർക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ ഇരിക്കും. കാണാനും നല്ലൊരു ഭംഗിയും ഒരു നല്ല ഫിനിഷിങ്ങും ഒക്കെ കിട്ടും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മധുരസേവ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ വീട്ടിലുണ്ടാക്കുമ്പോൾ. പിന്നെ ഇതുപോലൊരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ കൂടുതൽ നാളിത് കേടാവാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മധുരസേവ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.